ബിൻസിയും മസ്താനിയും തമ്മിൽ മുട്ടൻ വഴക്ക് നടന്നിരിക്കുകയാണ്. എന്താണ് സംഭവം? ബിൻസിയുടെ അച്ഛനെ വിളിച്ചിരിക്കുകയാണ് മസ്താനിക്ക് വയർ നിറച്ച് കൊടുത്തിരിക്കുകയാണ് ബിൻസി. എന്തൊക്കെയാണ് ഇപ്പോൾ ലൈവിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകുന്നേരം 5:45 വരെയുള്ള ലൈവ് അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് പുറത്ത് വെച്ച് നടന്ന സംഭവമാണ്. ബിഗ് ബോസ് വീടിനകത്ത് വെച്ച് നടന്ന സംഭവമല്ല. രണ്ടുപേരും തമ്മിൽ പുറത്ത് ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് പറഞ്ഞു തീർക്കാൻ കോംപ്രമൈസ് ടോക്കിന് പോയതാണ്. പിന്നീട് അത് പറഞ്ഞു തീർക്കാൻ പറ്റാതെ വലിയ അടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ്, സോഫയിലൊക്കെ ഇരിക്കുന്ന സമയത്താണ് അനുമോളും മസ്താനിയുടെ എടുത്തിരിപ്പുണ്ട്. അപ്പോഴാണ് ഈ കോംപ്രമൈസ് ടോക്കിന് ബിൻസി പോകുന്നത്. അപ്പോഴാണ് ഈ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ബിൻസി പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ ഇൻ്റർവ്യൂവിൽ ഒരു താല്പര്യമില്ലായിരുന്നു, പിന്നെ എനിക്ക് വന്നു പോയല്ലോ എന്ന് വിചാരിച്ചു, എനിക്ക് മതിയായി, അത്രമാത്രം ആണ് ഞാൻ അത് കഴിഞ്ഞ് അനുഭവിച്ചത്. അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, എൻ്റെ മനസ്സിൽ നിന്നൊന്നും പോയിട്ടില്ല, ഐ വോണ്ട് ഗീവ് എ ഷിറ്റ് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്നാണ് അടി കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ബിൻസി പറയുന്നുണ്ട്, ഞാൻ പറയും നിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെയാണ്. അപ്പോൾ മസ്താനി, നിൻ്റെ കയ്യിലിരിപ്പും അത് തന്നെയാണ്. അപ്പോൾ ബിൻസി, ഞാൻ അന്തസ്സായാണ് ഇവിടെ ഇറങ്ങിപ്പോയത്, നിൻ്റെ പോലെയല്ല ഇറങ്ങിപ്പോയത്. അപ്പോൾ മസ്താനി, നീ നിൻ്റെ ചാച്ചൻ്റെ ഓട്ടോയിലല്ലേ ഇറങ്ങിപ്പോയത്. അപ്പോൾ ബിൻസി, ചാച്ചൻ്റെ ഓട്ടോയ്ക്ക് എന്താടി കുഴപ്പം, ഞാൻ എൻ്റെ അപ്പൻ്റെ ഓട്ടോ ഓടിച്ച് തന്നെയാടി ഞാൻ ഇവിടം വരെ എത്തിയത് എന്ന് പറഞ്ഞിട്ട് പിന്നീട് തുടങ്ങുകയാണ് ചെയ്യുന്നത്. നീ എന്താടി പറഞ്ഞത് ഇൻ്റർവ്യൂവിൽ, ഞാൻ ദാരിദ്ര്യം പറഞ്ഞെന്നോ? നീ ദാരിദ്ര്യം പറഞ്ഞിട്ടില്ലടി. എന്തുവാടി നിൻ്റെ വിചാരം? നിന്നെ ഇവിടെ നാട്ടിലിറക്കിയതല്ലേടി, ഇവിടെ നിന്ന് നിന്നെ പുച്ഛിച്ചിറക്കി വിട്ടതല്ലേടി, നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായില്ലേടി നിൻ്റെ ഇരിപ്പ്. പുന്നാര മോളെ, ഞാൻ ഇവിടെ ഉണ്ടായിരുന്നതിൽ ചെറ്റ വർത്തമാനം നീ പറയത്തില്ല, നീ നോക്കിക്കോ, നിന്നെ അടിച്ചു വളർത്താത്തതിൻ്റെ കുഴപ്പമാണ്. ബിൻസി അങ്ങോട്ട് പിന്നീട് കത്തിക്കയറാണ് ചെയ്യുന്നത്. മസ്താനി ഒന്നുമേ പറയുന്നില്ല. അപ്പോൾ മസ്താനിയോട് പിന്നീട് പറയാണ്, മസ്താനി, നിൻ്റെ ഒരു വീഡിയോ കാണാൻ പറ്റുമോടി? നിനക്ക് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് എന്താണ് ഈ ബിഗ് ബോസ് വീടിനകത്തുള്ളത്? ഇതിനകത്ത് എന്താണ് ഉള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ബിഗ് ബോസ് ചരിത്രത്തിൽ തന്നെ ഇത്രയും വൃത്തികെട്ട രീതിയിൽ ഇറങ്ങിപ്പോയിട്ടില്ല. നിറ കണ്ണുകളോടെ നീ നിൽക്കേണ്ടി വന്നില്ലടി. നിന്നെക്കുറിച്ച് കുറച്ച് പേര് ആശ്വസിച്ചു. നീ ആ മൂലയിൽ പോയിരുന്ന് ആശ്വസിക്കുന്നുണ്ടല്ലോ. നീ ഇവിടെ ചെയ്തത്? നിനക്ക് എന്താടി കിട്ടിയത്? അപ്പോൾ മസ്താനി പറയുന്നുണ്ട്, അത് തന്നെ കിട്ടിയത്. നീ ചെയ്തത് എന്താണോ അത് തന്നെയാണ് നിനക്ക് കിട്ടിയത്. നീ എന്തേലും അപ്പോൾ പിന്നീട് ബിൻസി പറയുന്നുണ്ട്, എന്തേലും പറയാനുണ്ടെങ്കിൽ നീ തിരിച്ചു പറയടി, നീ തിരിച്ചു പറ. അപ്പോൾ മസ്താനി ഒന്നും മിണ്ടുന്നില്ല. മസ്താനിയുടെ വായടച്ച് മൂടി വെച്ച ഒരവസ്ഥയിലാണ് ഇരിക്കുന്നത്. നീ കരഞ്ഞ് നിലവിളിച്ച് നിൻ്റെ ജോലി പോയതല്ലേ, നീ അങ്ങനെ നടന്നില്ലേ? നിന്നെ കെട്ടിപ്പിടിക്കാൻ കുറച്ച് ആളുകളുണ്ടായിരുന്നല്ലോ ദാരിദ്ര്യം പറഞ്ഞത്. നീയാണോ? ഞാനാണോ ദാരിദ്ര്യം ഞാനാണോ? ഞാൻ ദാരിദ്ര്യം പറയുമ്പടി അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. തലയെ ഉയർത്തിയിട്ടാടി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിനക്ക് അങ്ങനെ പോകാൻ പറ്റുമോ ഇപ്പോഴും എന്ന് ചോദിക്കുന്നുണ്ട്. നിനക്ക് തല കുനിച്ചല്ലേ ഇറങ്ങിപ്പോകാൻ പറ്റുള്ളൂ ഇപ്പോഴും. അപ്പോൾ പിന്നീട് അങ്ങോട്ട് കയറുമെന്ന് പറഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് ഭയങ്കര മുട്ട മഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഈ സമയത്ത് അനുവിൻ്റെ അടുത്ത് അനുവിൻ്റെ അടുത്ത് മസ്താനി ഇരിക്കുന്നുണ്ട്, കൂടെ ഇരിപ്പുണ്ട് കേട്ടോ. പക്ഷെ അനു ഒന്നും മിണ്ടാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്, ഇതെന്താണെന്ന് നോക്കിയിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് ചാച്ചനെ വിളിച്ചിട്ടാണ് ഈ സംഭവം എന്നുള്ളത്. അപ്പോൾ അനീഷ് ഇതിൻ്റെ ഇടയിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ അനീഷിനെ പിടിച്ചു വലിക്കുന്നുണ്ട്. അതായത് നന്മ മരമേ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ് ഷാനവാസ് പിടിച്ചു വലിക്കുന്നുണ്ട്. അപ്പോൾ മസ്താനിക്ക് വയർ നിറച്ച് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസ്താനിക്ക് വയർ നിറച്ച് തന്നെ കിട്ടുന്നുണ്ട്. മസ്താനി ചോദിച്ച് വാങ്ങിയെന്ന് പറയുന്നത്, വടി കൊടുത്ത് അടി വാങ്ങിച്ചു എന്ന് പറഞ്ഞില്ലേ, അതുപോലെ മസ്താനി ചോദിച്ച് വാങ്ങിയൊരു ഇതാണ് സംഭവം. കാരണം ഇത്രയും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ മസ്താനി തിരിച്ചും വിളിക്കുന്നുണ്ട്. മസ്താനി തിരിച്ച് അതായത് അച്ഛനെ വിളിക്കാൻ പാടില്ലായിരുന്നു. അതുപോലത്തെ ബിൻസി മസ്താനിയുടെ അച്ഛനെ വിളിക്കുന്നുണ്ട്, അതും വിളിക്കാൻ പാടില്ലായിരുന്നു. അതും തെറ്റാണ്. പക്ഷേ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്. പക്ഷേ അതായത് ഇവിടെ സ്കോർ ചെയ്തത് ബിൻസിയാണ്. കാരണം ബിൻസി കത്തി കയറി. പക്ഷേ മസ്താനിക്കൊന്നും തിരിച്ചു പറയാൻ, അതായത് മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി പോയി എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. പിന്നെ ഇപ്പോൾ ലൈവിനകത്ത് നമ്മുടെ ആര്യൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ആരൊക്കെയാണ്? നമ്മുടെ രേണു വരും, അതുപോലെ തന്നെ ഒനേൽ വരും, അതുപോലെ തന്നെ
നമ്മുടെ ജിസേല്, ബിന്നി, സാബു, അതുപോലെ തന്നെ ലക്ഷ്മി, അതുപോലെ തന്നെ ഇവരൊക്കെ വരും, എല്ലാവരും വരും. നാളെ ഇവരൊക്കെ നാളെ ഇറങ്ങിപ്പോകുമെന്നാണ് അറിഞ്ഞത്. അപ്പോൾ നാളെ പോകും. അതിന് ശേഷമായിരിക്കും ഇവരുടെ മെമ്മറീസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. എന്തായാലും നോക്കാം. അതിന് ശേഷമായിരിക്കും മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ടാവുക. 2 പേര് ഔട്ടാവുമെന്നാണ് അറിഞ്ഞത്. അത് ആദിലയും അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അക്ബറാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നെവിനും ആണെന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. അതൊക്കെ ഞാൻ അറിഞ്ഞ ശേഷം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്കായി, അതായത് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടുമ്പോൾ ഞങ്ങൾ നിങ്ങളായിട്ട് എത്രയും പെട്ടെന്ന് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടി നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ആയിട്ടിരിക്കുക. പിന്നെ നമ്മുടെ സരികയായിട്ട് ഇവിടെ ഒരു വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീഎൻട്രി ആയിട്ട് വന്നവരെല്ലാവരും മുട്ടൻ വഴക്കും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവരിവിടെ ഗെയിം കളിക്കാൻ വന്നിരിക്കുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ 50 ദിവസത്തിന് മുമ്പാണ് എങ്കിൽ ഒരു കണ്ടന്റ് ആയേനെ. പക്ഷേ ഇത് കഴിയാറാകുമ്പോൾ ഇതൊരു കണ്ടന്റും അല്ല, ഒന്നുമല്ല. കാരണം ഇവരുടെ സ്പേസിൽ, അതായത് ഈ നിൽക്കുന്ന 7 പേരുടെ സ്പേസിൽ കയറിയിട്ട് ഇവർ വെറുതെ വായിട്ട് അലയ്ക്കാന്നല്ലാതെ ഒരു പ്രയോജനവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് കണ്ടിട്ട് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.